അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. ഞാനിന്ന് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസ് നമ്മൾ ചൈനീസ് ഡിഷാണെങ്കിലും നമുക്ക് ഒരു ഇന്ത്യൻ ചൈനീസ് രീതിയിൽ ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കനും മുട്ടയും പച്ചക്കറിയും വെച്ചിട്ടാണ്. നമുക്കിതിൽ വേണമെങ്കിൽ ചെമ്മീനും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ചെമ്മീൻ ആഡ് ചെയ്യാത്തത് ചിക്കനും ചെമ്മീനും ഒന്നിച്ചാൽ ഇടാരും കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെമ്മീൻ ഒഴിവാക്കിയത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ചെമ്മീൻ ഒഴിവാക്കി ചിക്കനും പച്ചക്കറിയും മുട്ടയും ചേർത്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട് ബോൺലെസ് ചിക്കൻ ഞാൻ ആദ്യം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ഇനി ഉപ്പിന് പകരം സോയാ സോസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സോയാ സോസ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ ചിക്കൻ വേവിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ വേവിച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെമ്മീനും കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പച്ചക്കറികളാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പച്ചക്കറികൾ ബീൻസ്, ക്യാരറ്റ്. ഈ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇവയെല്ലാം ആകുമ്പോൾ നല്ലൊരു കളർഫുൾ ഫ്രൈഡ് റൈസ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്ക് ഈ ചോറ് വേവാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അരിനേക്കാളും കുറേ അധികം വെള്ളം വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് കൂടിപ്പോയാൽ വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, കുറച്ച് കൂടുതലെടുക്കുക. അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ചോറ് വെന്ത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ നമുക്കവിടെ തിളപ്പിക്കാൻ വെക്കുക. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഈ അരി ഒന്ന് കുതിരാൻ വെക്കുക. ഒരു 10 മിനിറ്റ്, അതിൽ അധികം വെക്കണ്ട കേട്ടോ. ഈ അരി സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ബസുമതി റൈസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ അടുത്തുള്ള അരി ഒരു ലോങ് റൈസ് ആയിരിക്കണം, അതാണല്ലോ നമ്മളെ ഫ്രൈഡ് റൈസിന് നല്ലത്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്നുണ്ട്, അന്നേരം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പ് കുറച്ചധികമായാലും പ്രശ്നമില്ല, വെള്ളം നമ്മൾ ഊറ്റുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒലീവ് ഓയിൽ. നമ്മളടുത്ത് ഉള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ അല്ലാതിരിക്കുന്നതെന്നല്ല. പിന്നെ ഏത് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ റൈസ് അതിലിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് ഫുള്ള് വേവണമെന്നില്ല, ഫുള്ള് വെന്താൽ ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഒരു 75% വെന്താൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഒരു അരിപ്പിയിലേക്ക് മാറ്റാം ചോറ്. ഒരു 75% വെന്തിട്ടുണ്ട് ഇവിടെ. ഒരധികം വെന്ത് പോയാൽ നമ്മളെ പച്ചക്കറിയും മസാലയെല്ലാം മിക്സ് ചെയ്യുമ്പോൾ വെന്ത് ഉടഞ്ഞു പോകാനും ചോറ് പൊട്ടിപ്പോകാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ഒരു 75% വെന്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് വെന്തിട്ട് ഞാനിങ്ങോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കറിയാണ്. ഞാനിവിടെ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്കിതുപോലെ ചെറിയ ചെറിയ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ക്യാബേജാണ്. ക്യാബേജും ഇതുപോലെ ചെറിയ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം പിന്നെ ബീൻസും ഇതുപോലെ തന്നെ. ക്യാപ്സിക്കം ഞാൻ നേരിയ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ബീൻസും ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്താലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് പച്ചക്കറി കൂടുതൽ വേവണ്ട ഫ്രൈഡ് റൈസിൽ. ഇതുപോലെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഗാർലിക്കാണ്. ഒരു 4-5 അല്ലി ഗാർലിക്കും ഇതുപോലെ ചെറിയ ചെറിയ പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് സ്പ്രിങ് ഓണിയൻ വേണം. സ്പ്രിങ് ഓണിയൻ്റെ വെളുത്ത ഭാഗവും പച്ച ഭാഗവും വേണം. വെളുത്ത ഭാഗം വേറെ,
പച്ച ഭാഗം വേറെ, അതും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. വേറെ വേറെ വെക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ 5 മുട്ട ഒന്ന് ഫ്രൈ പാനിൽ ഒരു ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം 5 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 5 യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വലിയ മുട്ടയെന്നെങ്കിൽ ഒരു 3 മതിയാവും. 2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് അരിൻ്റെ അളവാണ് ഞാൻ പറയുന്ന സാധനങ്ങൾ. നിങ്ങൾ അരി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂടുതലെടുക്കുക, കുറവാണെങ്കിൽ കുറക്കുക. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു പാത്രം ചൂടാക്കാൻ വെച്ച് നമുക്കതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഗാർലിക്ക് പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഗാർലിക്കിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് അത് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, കാബേജ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗം, പിന്നെ മുട്ട, ചിക്കൻ, ഇവയെല്ലാം ഇട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് വേവണ്ട. നമ്മൾ മുട്ടയും ചിക്കനും ഫസ്റ്റ് വെന്തതാണല്ലോ. പച്ചക്കറി പൊടിയായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് വേവേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾ ഫസ്റ്റ് തന്നെ പച്ചക്കറിയെല്ലാം മസാല ഉണ്ടാക്കുന്നത് വലിയ പാത്രത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ ചോറ് വെള്ളം കളയാൻ ഒരു അരിപ്പയിലിട്ട് വെച്ചില്ലേ, ആ ചോറും ഈ പച്ചക്കറിയും ഒന്ന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു വുഡിൻ്റെ സ്പൂണോട് നന്നായി മിക്സ് ചെയ്യാം. ഈ സ്റ്റീലിൻ്റെതോ മറ്റോ സ്പൂണോട് മിക്സ് ചെയ്യുമ്പം ചോറ് പൊടിഞ്ഞു പോകാനും അതുപോലെ ഒട്ടിപ്പിടിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ഇതുപോലെ വുഡിൻ്റെ സ്പൂണോട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ല. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. പിന്നെ ഞാനിതിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ എരിവിന് ആവശ്യമായത് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുത്ത ഒരു ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ, ഒന്ന് ഉണ്ടാക്കി വെക്കണം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ സ്പ്രിങ് ഒണിയൻ്റെ പച്ച ഭാഗവും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്നും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. കുരുമുളക് പൊടി നിങ്ങൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഫ്രൈഡ് റൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ ഇനി എപ്പം ബിരിയാണിക്ക് പകരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ മതിയെന്ന് മക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.